ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ SDK. വെൽക്കം ബാക്ക് ടു എം സൊല്യൂഷൻ. മക്കളെ, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതായത് 9 ചാപ്റ്ററുകൾ മാത്രം പഠിച്ച 52 മാർക്ക് കിട്ടും. ആ ചാപ്റ്ററുകൾ പഠിച്ചിട്ടില്ലെങ്കിലോ 52 മാർക്ക് നഷ്ടം. അപ്പോൾ എക്സാമിന് C ഗ്രേഡോ B ഗ്രേഡിലൊക്കെ എന്ത് ചെയ്യും എൻ്റെ മക്കൾ എത്തി നിൽക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ ഈ പറയപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഹിസ്റ്ററിയിൽ 9 ചാപ്റ്ററുകൾ മാത്രം ഏതൊക്കെയാണെന്നുള്ള കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം എന്ത് ചെയ്യും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഹിസ്റ്ററി പ്ലസ് ജോഗ്രഫി കേട്ടോ, രണ്ടും കൂടെ സെറ്റാക്കി നോക്കിക്കോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കി. ദ റിനൈസൻസ് വാസ് എ ഷിഫ്റ്റ് ഫ്രം ഗോഡ് സെന്റേർഡ് പെർസ്പെക്റ്റീവ് ടു ഹ്യൂമൻ സെന്റേർഡ് പെർസ്പെക്റ്റീവ്. അതായത് നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ദൈവകേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിന് മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിലേക്കുള്ള ഒരു മാറ്റമാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ റിനൈസൻസ് ലിറ്ററേച്ചർ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനാണ് പറയുന്നത്. കിട്ടിയോ? അപ്പൊ നവോത്ഥാനവും സാഹിത്യം ഒരു 5 മാർക്കിന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനാ, അല്ലെങ്കിൽ അതൊരു 3 മാർക്കിനൊക്കെ ആയിട്ടും ചോദിക്കും. അതായത് എസ് കണ്ടന്റ് ആണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കിട്ടിയോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താ, നവോത്ഥാന കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരുടെ സവിശേഷത അല്ലെ, ഒരു സ്കോളാറ്റിസത്തിൽ നിന്ന് അകലാൻ തുടങ്ങി, പ്രാദേശിക ഭാഷയിൽ എഴുതാൻ തുടങ്ങി അല്ലെ. പിന്നെ റൈറ്റേഴ്സ് ഉണ്ടല്ലോ, ദാന്തെ, പെട്രാർക്ക്, എഴുത്തുകാർ, അത് ഓരോരുത്തരും എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത ആ സാധനം സെറ്റാണ്. ഇത്ര മാത്രമുള്ള അതിൽ പഠിക്കാനും. ഇനി അടുത്ത് നോക്കി, വാട്ട് വർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ചേഞ്ച് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ യൂറോപ്പ് ഫ്രം ദ 14th century അല്ലേ. അതായത് 14ാം നൂറ്റാണ്ട് കൂടിയിട്ട് യൂറോപ്പിൽ എന്ത് ചെയ്തു, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങളെ സവിശേഷത എന്തൊക്കെയാണെന്ന് അല്ലേ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ബുക്കിലൊക്കെ അത് പോയിന്റ് ആക്കിയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. ഈ പോയിന്റ് ഒരു 4 എഴുതി കൊടുത്താൽ അത് ഓക്കെ ആവും. പിന്നെ ഇങ്ങോട്ട് നോക്കി, ഒരു 5 മാർക്കിന്റെ സെയിം ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്തോ, വൈ റിനൈസൻസ് എമർജ് ഇൻ ഇറ്റലി. എന്തുകൊണ്ട് നവോത്ഥാനം ഇറ്റലിയിൽ ഉണ്ടായി? ഇത് ഓണം എക്സാമിന്റെ essay ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, അതിൻ്റെ കുറേ റീസൺസ് ഉണ്ട് അല്ലേ. ഇറ്റലിയിലെ നഗരങ്ങളുടെ പ്രത്യേകത, വ്യാപാരികളുടെ പ്രത്യേകത, കൊമേഴ്ഷ്യലൈസേഷൻ, ആ വാണിജ്യവൽക്കരണം ഉണ്ടായപ്പോൾ ഒരുപാട് വെൽത്തി ഫാമിലീസ്, സമ്പന്ന കുടുംബങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ അത്. അതേപോലെ പ്ലേഗ്, ക്രൂസൈഡ്സ് അല്ലേ. ക്രൂസൈഡ്സ് ഒക്കെ 4ാമത്തെ കാരണം 4 വരെ വരച്ചു കൊടുത്താൽ മതി, അപ്പോൾ അത് കറക്റ്റ് കിട്ടും അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഞാൻ എടുത്ത് നോക്കി, ഹൂ വർ ദ സ്കോളേഴ്സ് ഹൂ ചേഞ്ച്ഡ് ടോളമീസ് തിയറി ഓഫ് ദ യൂണിവേഴ്സ്, വാട്ട് വർ ദെയർ ഡിസ്കവറീസ് അല്ലേ. അതായത് ടോളമിൻ്റെ പ്രപഞ്ച സിദ്ധാന്തത്തെ എതിർത്ത് ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. അത് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ എൻ്റെ മക്കൾ എന്ത് കൊടുക്കണം അറിയോ, ടോളമി പറഞ്ഞത് എന്താ, എർത്ത് ഇസ് ദ സെന്റർ ഓഫ് ദ യൂണിവേഴ്സ്, പ്രപഞ്ചത്തിന് നടുവിൽ ഭൂമിയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ കോപ്പർനിക്കസ് ആണ് പറഞ്ഞത്, സണ്ണാണ് നടുവിൽ എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഈ കോപ്പിനെ പിന്തുണച്ചത് ആരൊക്കെയാണ്? ഒന്ന് ഗലീലിയോ, 2 കെപ്ലർ, പിന്നെ ഐസക് ന്യൂട്ടൺ ഒക്കെ ഉണ്ടല്ലോ. ജസ്റ്റ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ ആ ഭാഗം മിയ സെറ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ നോക്കി, ഇനി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്തിലേക്ക് വരിക, ലൈവിലേക്ക് വന്നാൽ ഒന്നുകൂടി കീറി മുറിച്ചൊരു സാർ എന്ത് ചെയ്ത് തരും, പറഞ്ഞു തരും. പിന്നെ ഈ ചാപ്റ്ററിന് ഒന്നാമത്തെ ചാപ്റ്ററിന് ലാസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മതനവീകരണവും പ്രതിമത നവീകരണവും. ഇതും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് പഠിച്ചു പോകണം. റിഫോർമേഷനും കൗണ്ടർ റിഫോർമേഷനും essay ക്വസ്റ്റ്യൻ ആവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 2 മാർക്കിന് പ്രതിമത നവീകരണം ചോദിക്കും, അല്ലെങ്കിൽ റിഫോം മൂവ്മെന്റ് 3 മാർക്കിന് ചോദിക്കും. അപ്പൊ എങ്ങനെ പഠിച്ചാലും മാർക്ക് ഉറപ്പാക്കുക. കാരണം അത്രമേൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് ഒന്നാമത്തെ ചാപ്റ്റർ അല്ലേ. അപ്പൊ നിങ്ങൾ കത്തോലിക്ക സഭ, മറ്റേ സെയിൽ ഓഫ് ഇന്റലിജൻസസ് അതൊക്കെ വിശദീകരിച്ചു കൊടുക്കുക. മാർട്ടിൻ ലൂതർ നേതാവ് മതനവീകരണത്തിന്റെ അത് പറഞ്ഞു കൊടുക്കുക. കൗണ്ടർ റിഫോർമേഷനിലെ ഇറ്റലിയിലാണ് ഒരുമിച്ച് കൂടിയത്. ഒരു സെയിൽ ഓഫ് ഇന്റലിജൻസസ് അല്ലെ, പാപമോചന പത്രികന്റെ വിൽപ്പന നിരോധിച്ചു. ആ കാര്യങ്ങൾ. ഇനി എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ക്വസ്റ്റ്യൻ വരിക അറിയോ, അതായത് ഒന്നാമത്തെ ചാപ്റ്ററിന് കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻ, താരതമ്യം ചെയ്തുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് സ്കോളാറ്റിസവും ഹ്യൂമാനിറ്റീസ് ആയിരിക്കും. വേറെ ഒന്നും എൻ്റെ മക്കൾ എന്ത് ചെയ്യണ്ട, അവിടെ നോക്കി പോകേണ്ട ആവശ്യമില്ല. 2ന് താരതമ്യം 2 പോയിന്റ് 2ന്റെ അപ്പുറത്തും എന്ത് ചെയ്യുക, എഴുതി വെക്കുക. നിങ്ങൾക്ക് അറിയിക്കാം, വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ മക്കൾക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയും. ഇനി 4ാമത്തെ ചാപ്റ്ററിന് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തോ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ ഹാർഡ് ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് അല്ലേ. ഭൂമിശാസ്ത്രപരമായ പര്യവേഷണങ്ങൾക്ക് ഒരുപാട് അനന്തരഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് അല്ലേ, നമുക്കറിയാം അറ്റ്ലാന്റിക് കോസ്റ്റ് ഉഷാറായതും, അതേപോലെ തന്നെ മറ്റുള്ള ഗോൾഡും സിൽവറൊക്കെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങിയതും അല്ലെ. യൂറോപ്യൻ രാജ്യങ്ങൾ, ഈ പറയപ്പെട്ട യൂറോപ്പ്, അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ, ഈ രാജ്യങ്ങളായിട്ടൊരു ട്രേഡ് റിലേഷനും, അതേപോലെ തന്നെ ഒരു ട്രയാങ്കുലർ ട്രേഡ് ഉണ്ടായിരുന്നല്ലോ അല്ലേ, നമുക്ക് പറയാൻ പറ്റും. അതിനെന്താ ഇംഗ്ലീഷ് ഇപ്പോൾ മലയാളത്തിൽ പറയാം, ത്രികോണ വ്യാപാരം എന്ന് പറയും അല്ലേ. അതായത് 3 രാജ്യങ്ങൾ തമ്മിൽ ത്രികോണത്തിൽ, അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്. ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് മനസ്സിലാക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് പറ്റുന്നതാണ്. ഇനി നോക്കി, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ് ടു ദ ലോഞ്ചിങ് ഓഫ് ജോഗ്രഫിക്കൽ എക്സ്പെഡിഷൻ. SDK സാർ വന്നത് മുതൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന കാര്യമാണ് അല്ലേ, ഭൂമിശാസ്ത്രപരമായ പര്യവേഷണങ്ങളെ സഹായിച്ച ഘടകങ്ങൾ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പോയിന്റൊക്കെ കപ്പൽ ഉണ്ടാക്കിയതും, അതേപോലെ തന്നെ കോമ്പസ്, ദിശ കണ്ടെത്താൻ അറിയുന്ന ഉപകരണം, ഭരണാധികാരികൾ, പട്ടാളക്കാർ പിന്തുണ, അതിൻ്റെ ട്രിക്കൊക്കെ ഉണ്ട് കണ്ടോ. ഈ കപ്പലും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആലോചിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചിത്രം ആലോചിച്ചാൽ ഇൻ്റെ മക്കൾക്ക് ആ ഒരു ചോദ്യം എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇവിടെ നോക്കി, ചേഞ്ചസ് അല്ലേ, എന്തിൻ്റെ, ഇൻഡസ്ട്രിയൽ
ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ വ്യവസായ വിപ്ലവത്തിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഉണ്ടായപ്പോഴുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് അല്ലേ? യന്ത്രവൽക്കരിക്കപ്പെട്ടു അല്ലേ? അതേപോലെ തന്നെ ഒരുപാട് മെറ്റലർജി ലോക സംസ്കരണ ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എനർജി ആയിട്ട് സ്റ്റീം ആവി ഉപയോഗിച്ചു. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ എന്ത് ചെയ്യാൽ മതി, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി, കറക്റ്റ് കിട്ടും. ഇനി ഒന്നാമത്തെ ചാപ്റ്ററിന് ഞാനൊരു കാര്യം പറയാണ്, ഒരു വഴിതിരിഞ്ഞ രീതിയിൽ എസ്എ ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ അത് 4ാമത്തെ ചാപ്റ്റർ കേട്ടോ. 4ാമത്തെ ചാപ്റ്ററിന് ഒരു വഴിതിരിഞ്ഞ ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ പബ്ലിക് എക്സാമിന് ഒരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് 4ാമത്തെ ചാപ്റ്ററിനാണ് വരുന്നത് എങ്കിൽ, വീണ്ടും റിപ്പീറ്റ് അടിക്കുകയാണ്, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ എസ്എ ക്വസ്റ്റ്യൻ ഫസ്റ്റ് വേൾഡ് വാർ ആയിരിക്കും. 4ാമത്തെ ചാപ്റ്ററിന് എസ്എ ഉണ്ടോ, അത് ഫസ്റ്റ് കാരം. 4ാമത്തെ ചാപ്റ്ററിന് ഫസ്റ്റ് വേൾഡ് വാർ അല്ലാത്തൊരു എസ്എ ചോദിച്ചാൽ എസ്റ്റിക്കനോട് പോയി പണി നോക്കാൻ പറയണം. ഓക്കെ ആണല്ലോ? എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അതിന് റീസൺസ് ഉണ്ടല്ലോ, ഒരു 3 റീസൺസ് അത് നിങ്ങൾക്ക് അറിയണം, നിങ്ങൾക്ക് ഉഷാറാക്കാൻ പറ്റും. ഇതിന് 3നും കോഡ് ഉണ്ട്, ട്രിക്ക് ഉണ്ട്. നാളത്തെ എസ്എ ക്വസ്റ്റ്യൻ സെറ്റ് ആക്കണോ, ഇന്ന് രാത്രി ലേലു വന്നോ അൽ കുൽത്ത. ഓക്കെ, അപ്പോൾ അത് ഇനി 6ാമത്തെ ചാപ്റ്ററിന് മക്കളെ 3 എസ്എ ക്വസ്റ്റ്യൻ കാര്യമായിട്ട് ഉണ്ടാവുക. ഒന്ന് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ സമരമായിട്ട് ബന്ധപ്പെട്ട്. 2 സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് അല്ലേ, സിവിൽ നിയമലംഘന സമരവുമായി ബന്ധപ്പെട്ട്. അടുത്തത് ക്വിറ്റ് ഇന്ത്യ അല്ലേ, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവുക. ഈ 3ൽ ഏതും എന്ത് ചെയ്യും, എസ്എ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്നു നിസ്സാര സമരകാരം 6ാമത്തെ ചാപ്റ്ററിൽ നിന്ന് എസ്എ ചോദിക്കുക. കണ്ടോ ഇവിടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്തായിട്ടുള്ളത് ഒരു ചോദ്യം ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട എന്താ, ഒന്ന് നിസ്സാര സമരത്തിന്റെ പ്രത്യേകത, എന്ന് തുടങ്ങി ആരാ നേതാക്കന്മാർ, അത് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിസ്സാര സമരത്തിൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആ 6 പ്രപ്പോസൽ ഉണ്ടല്ലോ, 6 കാര്യങ്ങൾ, കുട്ടികളോടും വക്കീല ഞാൻ ആക്ഷനൊക്കെ ഇട്ട് കാണിച്ചു തന്നീരും, വേണമെങ്കിൽ ഇന്ന് രാത്രി വരിക. എന്നിട്ട് ജനങ്ങൾ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചു, അതുപോലെ ചൗരി ആ കാര്യങ്ങളുണ്ടല്ലോ അത് എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിനൊക്കെ ട്രിക്ക് ഉണ്ട് കേട്ടോ. എല്ലാവരും ലൈവിൽ വന്നോ, നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പറയണത് എന്താ, നിങ്ങൾക്ക് ലൈവിൽ വരുമ്പോൾ തന്നെ സെറ്റ് ആക്കാൻ പറ്റാനുള്ള സമയം എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും എന്ന് അറിഞ്ഞുകൊണ്ടാണ്. കിട്ടിയോ? ഇനി ഇവിടെ ചോദിക്കുന്നത് സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് ആണ്. സിവിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. അനലൈസ് ഹൗ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് അല്ലെ. സിവിൽ നിയമലംഘനത്തിൽ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യത്യസ്ത വിഭാഗങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്. കർഷകർ, തൊഴിലാളികൾ, വുമൻസ് അല്ലേ, ഓലെന്തൊക്കെ ചെയ്തെന്നുള്ള ബുക്കിലെ കോളുണ്ടല്ലോ, അത് അതേപോലെ തന്നെ മക്കൾ എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിൻ്റെ അഡീഷണൽ ആയിട്ട് 6ാമത്തെ ചാപ്റ്ററിന് വരുന്നൊരു ഭാഗം പറഞ്ഞുതരാം. ഒന്ന് HSR, നമ്മളെ ഭഗത് സിംഗിൻ്റെ ഒക്കെ ആ ഭാഗം, അല്ലെങ്കിൽ ബോസ് സുഭാഷ് ചന്ദ്രബോസ്. വിഘടനവാദ പ്രസ്ഥാനങ്ങൾ എങ്ങനെ ചോദിക്കും, അല്ലെങ്കിലോ കർഷക സമരമോ അല്ലെങ്കിൽ തൊഴിലാളി സമരം കേട്ടോ. ഇത് രണ്ടും എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിന് പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് മാത്രമേ ചോദ്യം ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് പ്രയോറിറ്റി ചോദിക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് ചോദ്യം ഉണ്ടാവില്ല. കിട്ടിയോ? അപ്പം അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പം അത്ര കാര്യങ്ങൾ പറയാനുള്ളൂ. 8ാമത്തെ ചാപ്റ്റർ എന്നാണെങ്കിൽ ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞുതരാം. 8ാമത്തെ ചാപ്റ്ററിന് സ്ത്രീ മുന്നേറ്റങ്ങൾ എന്ത് ചെയ്യുക, സാറിന് മക്കളൊന്ന് പഠിച്ചു പോവുക. സ്ത്രീ മുന്നേറ്റങ്ങൾ അല്ലേ, അതായത് വുമൺ മൂവ്മെന്റ്. അതിൽ മറ്റേ നിർഭയ മൂവ്മെന്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. പിന്നെ പഠിക്കേണ്ടത് പരിസ്ഥിതി പ്രസ്ഥാനങ്ങളാണ്, എൻവിറോൺമെന്റൽ മൂവ്മെന്റ്, ചിപ്കോ, അതേപോലെ നർമ്മദ, മേധാ പട്കറിൻ്റെ ഒക്കെ, അതേപോലെ തന്നെ നമ്മളെ സുഗതകുമാരി നേതൃത്വം കൊടുത്ത സൈലന്റ് വാലി മൂവ്മെന്റ്. ഇത് 3 പരിസ്ഥിതി പ്രസ്ഥാനങ്ങളായിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നാക്ക വിഭാഗത്തിന്റെ മണ്ഡല കമ്മീഷൻ ഉണ്ടല്ലോ, അത് ഓർത്ത് വെക്കണം. അതിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും എന്ത് ചെയ്യുക, എൻ്റെ മക്കൾക്ക് പ്രതീക്ഷിക്കുക. ഇതേപോലെ തന്നെ 8ാമത്തെ ചാപ്റ്ററിന് പിന്നാക്ക വിഭാഗം പറയുമ്പോൾ ദളിത് ബാന്ധവ്സ് മൂവ്മെന്റ് ഉണ്ടല്ലോ, ഒന്ന് ഓർത്ത് വെക്കണേ, അതൊന്ന് പഠിച്ചു വെക്കണേ. ഇത്രയും കാര്യങ്ങളാണ് 8ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് പ്രധാനമായിട്ടും ചോദിക്കുക. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെയാണ് എന്തായിട്ടുള്ളത് ഇവിടെ പ്രധാനമായിട്ടും മാറും. പിന്നെ അടിയന്തരാവസ്ഥ ഉണ്ടല്ലോ, ജസ്റ്റ് അതിൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ച് പോകണം. പിന്നെ അതേപോലെ തന്നെ സാർ ഇവിടെ കണ്ടോ നിർഭയ നിയമം കണ്ടോ, അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് ആ ക്വസ്റ്റിനെ സാർ എന്ത് ചെയ്തത്, ഇൻക്ലൂഡ് ചെയ്തത്. പിന്നെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി, സാറിൻ്റെ മക്കൾ പഠിച്ചാൽ മതി. പിന്നെ നേരെ എന്ത് ചെയ്യും, നമ്മൾ ജോഗ്രഫിയിലേക്ക് കിടക്കാണ്. ജോഗ്രഫി എടുക്കാൻ വേണ്ടിയിട്ട് ആര് വരും, AD സാർ വരികയാണ്. മക്കളെ സെറ്റാക്കിക്കോ, ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്തോ, നോക്കിക്കോ, പൊളിച്ചടിക്കോ. പിന്നല്ല. അപ്പൊ മക്കളെ, നമ്മൾ ജോഗ്രഫിന്റെ പാർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1ാമത്തെ ചാപ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ 2ാമത്തെ ചാപ്റ്ററും പ്ലസ് എന്തുകൊണ്ട് നമ്മുടെ 5ാമത്തെ ചാപ്റ്ററും 6ാമത്തെ ചാപ്റ്ററാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 1ാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻസ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ആണ്. എക്സ്പ്ലെയിൻ ഗ്ലോബൽ പ്രഷർ സോൺ, വൈ ഈസ് ലോ പ്രഷർ ഫോം ഇൻ ദ സബ് പോളാർ റീജിയൻ എന്ന തരത്തിലൊക്കെ ചോദിക്കാം. പ്രധാനമായിട്ട് പഠിക്കേണ്ട എന്താണ്, അവിടെ നിങ്ങൾ പ്രഷർ ബെൽറ്റിനെ കുറിച്ച്, മർദ്ദമേഖലയെ കുറിച്ച് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, കൃത്യമായിട്ട് പഠിക്കുക. മർദ്ദമേഖലയെ കുറിച്ച് ഒരു ചോദ്യം ഉറപ്പായിട്ടുണ്ടാവും, പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ അവിടെ നിന്ന് ചോദിക്കുന്ന ഒരു ചാൻസ് കൂടുതലുള്ള സാധനം എന്ന് പറയുന്നത് മഴയാണ്, അല്ലെങ്കിൽ റെയിൻഫാളിനെ കുറിച്ചുള്ളതാണ്. നമ്മൾ 3 തരത്തിലുള്ള റെയിൻഫാളുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, മഴയുടെ തരങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ, ഏറ്റവും അവസാന പോർഷത്തേക്ക്.
പോർഷനിലേക്ക് പഠിക്കുന്നുണ്ട്, ഏറ്റവും അവസാന ഭാഗത്തേക്ക് പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാ? ഒന്ന് ഓറോഗ്രാഫി റെയിൻഫാൾ അല്ലെങ്കിൽ പർവ്വത മഴ എന്ന് പറയുന്നത്, രണ്ടാമത് ചക്രവാത മഴ സൈക്ലോണിക് റെയിൻഫാൾ എന്ന് പറയുന്നത്, മൂന്നാമത് കൺവെൻഷണൽ റെയിൻഫാൾ സംവഹന മഴ എന്ന് പറയുന്ന മഴകൾ. ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം മക്കൾ പഠിച്ചിരിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന്റെ ആൻസർ ആണ് നിങ്ങൾക്ക് അറിയായിരിക്കും. ആഗോള മർദ്ദ മേഖല എന്ന് പറയുമ്പോൾ പ്രഷർ ബെൽറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ചിത്രം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റില്ലേ. ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാം? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല കാണാം, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് കാണാം. അവിടെ എന്താണ്? ലോ പ്രഷർ ആണ്, ന്യൂനമർദ്ദ മേഖലയാണ്. തൊട്ട് മുകളിൽ ഉപോഷ്ണ ഉച്ചമർദ്ദക മേഖല കാണാം, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് കാണാം. അവിടെ എന്താണ്? ഉച്ചമർദ്ദനാണ്, അല്ലെങ്കിൽ എന്താണ്? അവിടെ ഹൈ പ്രഷർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിന്റെ തൊട്ട് മുകളിൽ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല കാണാം അല്ലെ. അവിടെ എന്ത് വരുന്നുണ്ട്? പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് വരുന്നുണ്ട് അല്ലെ, സബ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് വരുന്നുണ്ട്. ഏറ്റവും മുകളിൽ എന്ത് വരുന്നുണ്ട്? ധ്രുവീയ ഉച്ചമർദ്ദ മേഖല ഉണ്ട്. അവിടെ എന്താണ്? അവിടെ ഉച്ചമർദ്ദമാണ് അല്ലെങ്കിൽ ഹൈ പ്രഷർ ആണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ പഠിക്കാൻ പറ്റിയ വേറൊരു സാധനമുണ്ട്, പെർമനന്റ് വിൻസ് അല്ലെ. അതായത് സ്ഥിരവാദങ്ങൾ എന്ന് പറഞ്ഞ ഭാഗം കൂടി പഠിക്കാനുണ്ട്. അതായത് പെർമനന്റ് വിൻസും കൂടി ഇതുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അതായത് പ്രഷറിന്റെ ഭാഗത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പെർമനന്റ് വിൻസ് അല്ലെങ്കിൽ സ്ഥിരവാദങ്ങൾ. അതും കൂടി എന്ത് ചെയ്യാം നിങ്ങളോട് പഠിക്കാം. ഓക്കെ, ഇനി കാറ്റിന്റെ നമ്മുടെ മഴയുടെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം പർവ്വത മഴ നിങ്ങൾക്ക് അറിയാലോ. ഒരു മൗണ്ടൈൻ ഉണ്ടാവും, ഇവിടുന്ന് മോയ്സ്ചർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു വിൻഡ് വരുന്നു അല്ലെ, ഒരു കാറ്റ് വരുന്നു, ജലാംശമുള്ള കാറ്റ് വരുന്നു. അത് മൗണ്ടൈൻ എന്ത് ചെയ്യുന്നു? തടയുന്നു. അപ്പൊ അത് മുകളിലേക്ക് എന്ത് ചെയ്യുന്നു? അത് പോകുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? ഘനീകരണം നടക്കുന്നു അല്ലെങ്കിൽ കണ്ടൻസേഷൻ നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് അവിടെ മഴ പെയ്യുന്നു. ഇതാണ് പർവ്വത മഴ എന്ന് പറഞ്ഞാൽ. ഇനി കൺവെൻഷണൽ റെയിൻഫാൾ എന്ന് പറഞ്ഞാലോ, നല്ല ചൂടുണ്ടാകുന്ന സമയത്ത് ഭൗമോപരിതലത്തിന് തൊട്ട് മുകളിലുള്ള വായു അല്ലെങ്കിൽ എയർ എന്ത് ചെയ്യുന്നു? ചൂട് പിടിക്കുന്നു. അത് മുകളിലോട്ട് എന്ത് ചെയ്യുന്നു? പോകുന്നു അല്ലെ. അത് വികസിച്ച് മുകളിലോട്ട് പോകുന്നു. മുകളിൽ എന്ത് ചെയ്യുന്നു? അവിടെ കണ്ടൻസേഷൻ സംഭവിക്കുന്നു, ഘനീകരണം സംഭവിക്കുന്നു. അവിടെ മഴയായിട്ട് പെയ്യുന്നു. നമ്മുടെ 4 മണി മഴ എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ്. ഓക്കെ, പിന്നെയുള്ളത് എന്താണ്? സൈക്ലോണിക് റെയിൻഫാൾ ആണ്, ചക്രവാത വൃഷ്ടിയാണ്. സംഭവം സിമ്പിൾ ആണ്. ഇവിടെ ഒരു വാം എയർ ഉണ്ടാവും, അതുപോലെ തന്നെ കോൾഡ് എയർ ഉണ്ടാവും അല്ലെ. നല്ല ചൂടുള്ള ഒരു വായുവും വരുന്നു, അതുപോലെ തന്നെ ശീതവായുവും വരും, തണുത്ത വായു വരും. ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന സന്ദർഭങ്ങളിൽ ശീതവായു താഴോട്ടേക്കും ഉഷ്ണവായു അല്ലെങ്കിൽ വാമേർ എന്ത് ചെയ്യുന്നു? മുകളിലോട്ട് പോകുന്നു. മുകളിലോട്ട് പോയ വാമേർ എന്ത് ചെയ്യുന്നു? കണ്ടൻസേഷൻ സംഭവിച്ചിട്ട് അവിടെ മഴയായിട്ട് പെയ്യുന്നു. ഇതാണ് സംഭവം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചിലപ്പോൾ ഒരു എസ്സേ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു 4 മാർക്കിന്റെ ചോദ്യമോ നമുക്ക് നമ്മുടെ കയ്യിൽ കിടക്കും. അതാണ് സംഭവം. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതാര് പറഞ്ഞുതരും? നമ്മുടെ ഷനൂബ് സാറ് നമുക്ക് പറഞ്ഞുതരും. ഓക്കെ, സെറ്റ് മാപ്പ് ആണ്. രണ്ടാമത്തെ മക്കളെ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ചാപ്റ്റർ ഏറ്റവും മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഉൾപ്പെടുത്താത്ത മക്കളെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 4 മാർക്ക് 100% ഡാം ഷുവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാപ്പ് മാർക്കിംഗ് എന്ന് പറയുന്നത്. എടാ അതിന്റെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മക്കളെ നോക്കി വെച്ചോടാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്ലൈമാറ്റിക് റീജിയൻ the climatic region produces ഓഫ് സിട്രസ് ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ നാരക ഇനങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് കാലാവസ്ഥാ മേഖലയാണെന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഏതാടാ? നാരങ്ങ കിട്ടി നമ്മൾ ഉടുക്കാൻ പോകേണ്ടത് മെഡിക്കൽ കോളേജിലേക്കാണ്. മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ കിട്ടിയല്ലോ, കോഡ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ ഒരു കാര്യമാണ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ സദേൺ ഹെമിസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണും ചിമ്മി പറയണം. എന്താണത്? ഓസ്ട്രേലിയൻ മരുഭൂമിയാണ്. ഓക്കെ, അതേപോലെ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? എ ക്ലൈമാറ്റിക് റീജിയൻ ഇൻ ഏഷ്യ where evergreen and tropical deciduous trees are more common. ഇത് നമ്മളുടെ ഒരു ചോദ്യ പേപ്പറിൽ കാണുന്നില്ല. സോ ഒരു പക്ഷേ ടഫ് ആക്കുകയാണെങ്കിൽ ഈ ഒരു സാധനമായിരിക്കും വരിക. മക്കളെ മനസ്സിലാക്കി വെക്കുക. ഡെസിഡിയസും അതേപോലെ തന്നെ എവർഗ്രീനും കാണപ്പെടുന്ന ഒരു ഒറ്റ ക്ലൈമാറ്റിക് റീജിയനിലാണ്. അതെന്ന് പറയുന്നത് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ ആണ്. അവസാനത്തെ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഇൻ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഒരു പക്ഷേ ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്നത് നോക്കി വെക്കുക. ഇത് എങ്ങനെ എവിടെ മാർക്ക് ചെയ്യണമെന്നുള്ളത് നമ്മൾ മുന്നേ ഒരു അടിപൊളി വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ അത് നോക്കിയിട്ട് പഠിച്ചോ. സെറ്റാണ്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ എഡി സാർ തന്നെ പറഞ്ഞുതരും. ഓക്കെ, സെറ്റ്. അപ്പോൾ അത് നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിലാണ്. അതിന് മുമ്പ് 1ാം ചാപ്റ്ററിൽ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനിലെ, അതായത് താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, നമ്മുടെ കഴിഞ്ഞ മോഡലിനൊക്കെ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും കൂടെ മക്കൾ പഠിക്കുക. അത് പ്രധാനപ്പെട്ടാണ്. നമ്മുടെ 1ാം ചാപ്റ്ററിൽ വരുന്ന ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യണം? മക്കൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഇനി നമ്മൾ 5ാമത്തെ കാര്യത്തിലേക്ക്, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് റിപ്പോ നിരക്കുകളും റിവേഴ്സ് റിപ്പോ നിരക്കുകളാണ്. റിപ്പോ റേറ്റും അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ റേറ്റും. അതെങ്ങനെയാണ് RBI കൺട്രോൾ ചെയ്യുന്നത് അല്ലേ? ഒരു ഇൻഫ്ലേഷൻ വരുന്ന ഒരു സമയത്ത്, ഒരു പണപ്പെരുവ് വരുന്ന ഒരു സമയത്ത് RBI എങ്ങനെയാണ് അത് വെച്ച് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പൊ നമുക്കറിയാം എന്താ സംഭവം? രണ്ടും അങ്ങ് ഇൻക്രീസ് ചെയ്യും, അത് രണ്ടും അങ്ങ് കൂട്ടും. ആ രണ്ട് കൂട്ടുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? RBI അത് കൺട്രോൾ ചെയ്ത് പിടിക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മക്കൾ മനസ്സിലാക്കുക. ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ലൈവിലേക്ക് മക്കൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞുതരും കേട്ടോ. അപ്പോൾ ഇത് ചോദ്യങ്ങൾ പറഞ്ഞു തരിക എന്നുള്ള മാത്രമാണ്
എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതെന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക മക്കൾ ഒന്ന് നോക്കിയിട്ട് പഠിക്കാം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ ഏഴാം ചാപ്റ്ററിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട് അല്ലേ. അതായത് കേരള എക്കണോമി തന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നോളജ് എക്കണോമി എന്ന് പറഞ്ഞൊരു ഭാഗം. അതെന്തായാലും പഠിച്ചിരിക്കണം. നോളജ് എക്കണോമിനെ കുറിച്ച് എന്ത് ചെയ്യുക, കൃത്യമായി പഠിച്ചിരിക്കുക. കേരള വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയെ കുറിച്ച് പഠിച്ചിരിക്കുക. കേരളം എന്തുകൊണ്ടാണ് വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയിൽ ഇത്രയും മുന്നോട്ട് പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കാര്യം എന്താ വെച്ചാൽ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഓക്കെ, അതെന്തായാലും എന്ത് ചെയ്യുക മക്കൾ നോക്കി വെക്കുക. ഇപ്പോൾ എന്താണ് ഇപ്പം നോളജ് എക്കണോമി എന്ന് പറഞ്ഞാൽ അറിയാലോ, അറിവും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യാണ് കൊണ്ടുപോയിട്ട് ഉൽപ്പാദനം നടത്തുക, പ്രൊഡക്ഷൻ നടത്തുന്നതിനാണ് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് പറയുക നമ്മൾ നോളജ് എക്കണോമി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇതിൽ കെ ഡിസ്കിന്റെ പ്രാധാന്യം കൂടി എന്ത് ചെയ്യണം മക്കൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നമ്മൾ ആറാമത്തെ ചാപ്റ്ററുമായിട്ട് ആര് വരുന്നുണ്ട്, നമ്മുടെ ഷനൂബ് സാർ വരുന്നത്. വീണ്ടും ഞാൻ തന്നെയാണ് മക്കളെ. ഈ ഒരു ചാപ്റ്ററിന് നിങ്ങൾക്കറിയാം, ഇന്നലെ എ ഡി സാർ അല്ലെങ്കിൽ ഇന്ന് എ ഡി സാർ ഒരു എസ്സേയുടെ ഒരു മോസ്റ്റ് പ്രോബബിളി ഉള്ള എസ്സേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോ പോയി നോക്കണം. അതിലുള്ള പരാമർശിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് പറയുന്നത് അപക്ഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ 100% നമ്മളോട് എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയയാണ് അപക്ഷയം എന്ന് പറയുന്നത്. അപക്ഷയം എന്നാൽ എന്താണ്, ഏതൊക്കെ 3 തരം അപക്ഷയങ്ങളെ കുറിച്ച് എഴുതുക എന്ന് വെച്ചാൽ അതിൻ്റെ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടല്ലോ 3 ബോക്സ് ആയിട്ട്. ആ ഒരു സാധനങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അതാ ഈ ഒരു സാധനം വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഇനി എസ്സേ വന്നില്ലെങ്കിലുള്ള ഡൗട്ടുള്ളവർക്ക് പഠിക്കേണ്ട. എസ്സേ വന്നിട്ടുണ്ടെങ്കിൽ 4 മാർക്കിന് ഷുവറായിട്ട് വരും, 2-1 ഉറപ്പാ, മാർക്ക് മിസ്സാവുകയില്ല. സോ പഠിച്ചു വെക്കുക. ഇതിൻ്റെ ബാക്കി ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ഉരുൾപൊട്ടലുമായിട്ട് മക്കളെ 100% ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. മക്കളെ നോക്കി വെക്കണം, പഠിച്ചിട്ട് പോകണം. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 3ാമത്തെ സെറ്റിൽ വന്ന സാധനമാണ്. പക്ഷേ ഇതല്ല, ഇതിൽ ചെറിയൊരു വേരിയേഷൻ വന്നുകൊണ്ട് ഇൻഡയറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എന്ത് ചെയ്യാം ചോദ്യം വരാം. സോ അതിൻ്റെ പ്രധാനപ്പെട്ട ആൻസേഴ്സ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താണ് മാസ് വേസ്റ്റിംഗ് അഥവാ ഭൂദ്രവ്യ ശോഷണം എന്നും അതേപോലെ അതിൻ്റെ പോസിബിൾ ഫാക്ടേഴ്സ്, പ്രധാനമായിട്ടുള്ള സാധ്യതാ ഘടകങ്ങൾ എന്താണെന്ന് പഠിച്ചു വെക്കണം. ഇതിനെ എങ്ങനെ ഫേസ് ചെയ്യാം, എങ്ങനെ നേരിടാമെന്ന കാര്യങ്ങൾ മക്കൾ പഠിച്ചു വെക്കണം. അപ്പോൾ അതിൻ്റെ പക്കാ ഷോർട്ടായിട്ടുള്ള സാധനങ്ങൾ മാഷിവിടെ കൊടുത്തുള്ള സൈഡിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞല്ലോ വെതറിംഗ് അഥവാ അപക്ഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മക്കൾ, അതിൻ്റെ ഷോർട്ട് നോട്ടും ഇവിടെ ലഭ്യമാണ്. നമ്മൾ നേരത്തെ ടെക്സ്റ്റ് ബുക്കിലുള്ള 3 ബോക്സിൻ്റെ ഷോർട്ടാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് എന്ത് ചെയ്യുക മക്കൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ തരുന്നത് എന്താ വെച്ചാൽ പഠിക്കുന്ന ആളുകളും പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കും നേരത്തെ പഠിച്ചുകൊണ്ട് രാത്രിയിലേക്ക് ലൈവിലേക്ക് വന്നു കഴിഞ്ഞാൽ എസ്സേ അടക്കം 4 മാർക്കിന് ചോദ്യങ്ങളടക്കം 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ചോദ്യങ്ങളടക്കം പ്രെഡിക്റ്റ് ചെയ്ത് കയ്യിൽ തരും. നിങ്ങൾ പഠിച്ചിട്ട് നാളെ എക്സാം പേപ്പറിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. സോ നല്ല പോണം പഠിക്കുക, നല്ല പോണം എൻജോയ് ചെയ്ത് പഠിക്കുക. എക്സാമിൽ ഈ ക്വസ്റ്റ്യൻ ഒക്കെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ബൈ.